രാഹുലേ, ഓണം സെലിബ്രേഷന്റെ പിരിവ് കിട്ടിയിട്ടില്ല. അയ്യോ ചേട്ടാ, ഞാൻ ഭയങ്കര ടൈറ്റാ ചേട്ടാ ഇപ്പൊ. എടാ, കഴിഞ്ഞ കൊല്ലത്തെ ഓണപരിപാടിക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന മിലിറ്ററി അടിച്ച് കൗട്ടയായിട്ട് അത്തപ്പൂക്കളത്തിലെ ജമന്തിപ്പൂ എടുത്ത് തിന്നിട്ട് ഈ ലഡുവിന് മധുരം പോരല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ നാറിയാ നീ. അതിന്റെ വീഡിയോ ഞങ്ങളതിലുണ്ട്. HR ഗ്രൂപ്പിൽ ഇടണാ? വേണ്ട. അപ്പൊ 1000 അയക്കി. അടുത്ത് നമുക്ക് അരുണിനെ വിളിക്കാം. പിരിവ് കിട്ടിയില്ല. ഞാൻ ഈ വെള്ളടി പരിപാടിക്കൊന്നും ഇല്ലടാ. വേണ്ട. പക്ഷെ നീ ഒളിഞ്ഞും തെളിഞ്ഞും വായി നോക്കിക്കൊണ്ടിരിക്കുന്ന റീനു ഇല്ലേ, അവളുടെ അടുത്തിരുന്ന് ഓണസദ്യ കഴിക്കാൻ താല്പര്യമുണ്ടോ, അതോ ഞങ്ങളത് മറിച്ച് വിഷ്ണുവിന് കൊടുക്കണോ? അയ്യോ അത് വേണ്ട, എനിക്ക് വേണം. എത്ര പിരിവ്? റീനുവിന്റെ വലതുവശത്തിരിക്കാനാണെങ്കിൽ 1000, ഇടതുവശത്തിരിക്കാനാണെങ്കിൽ 2000. അതെന്തോടെ 2 റേറ്റ്? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇടതാണോ വലതാണോ നല്ലതെന്ന്. എന്നിട്ട് കാശയക്ക്. അപ്പോ അരുൺ വക 2000. അടുത്തത് ക്രിസ്റ്റി. അവനെ ക്രിസ്റ്റി, പിരിവ് കിട്ടിയിട്ടില്ല കേട്ടാ. എന്ത് പിരിവ്? നിങ്ങക്ക് 2 അണ്ണന്മാർക്കൂടെ മുക്കാനല്ലേ? എടാ, നീ ആരോടാണ് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധം നിനക്ക് വേണം. കഴിഞ്ഞ ഓണം സെലിബ്രേഷന് രാവിലെ 10 മണി മുതൽ ചേട്ടാ ഒരു ചെറുത് എന്നും പറഞ്ഞ് നീ മൂഞ്ചതേ ഒരു ഫുള്ളാണ്. ഏത് ഫുള്ള്? എന്റെ അളിയൻ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഒട്ടകത്തെ കറന്നുണ്ടാക്കിയ കാശിന് വാങ്ങിക്കൊണ്ട് വന്ന ഫുള്ള്. ഏത് ഫുള്ള്? ജോണി വാക്കർ ഫുള്ള്. എടാ ഓസിന് മൂഞ്ചി, ഇത്തവണ നിന്റെ പരിപാടി ഇതാണെന്നുണ്ടല്ലോ, ഒരു തുള്ളി ഷോട പോലും നിനക്ക് തരില്ല. ക്രിസ്റ്റി വക 1000. പോരാ, ഇനിയും വേണം 2000. മലയാളി മങ്ക ജാസ്മിൻ. ജാസ്മിനെ വിളിക്കാൻ. ഹലോ ജാസ്മിൻ. ഹായ് ജാസ്മിൻ. എന്താ? മലയാളി മങ്കക്ക് പേര് കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പൊ എങ്ങനെയാ ഫസ്റ്റ് അടിക്കണ്ടേ? ഓ, അത് നമുക്കൊന്നും കിട്ടില്ലെന്നേ, ചുമ്മാ പേര് കൊടുത്തതേ ഉള്ളൂ. അതൊക്കെ അശ്വതി ബാലചന്ദ്രൻ തൂക്കും. എന്നാ അങ്ങനെയല്ല. 2026 മലയാളി മങ്ക ജാസ്മിൻ ബാലചന്ദ്രൻ, ജാസ്മിൻ സലീം. എന്താ കുളിക്കോ? ഓ വേണ്ട, നമുക്ക് നേരായ വഴിക്ക് നടക്കുന്നതൊക്കെ മതിയേ. നടക്കും അല്ലെ, ഞങ്ങൾ നടത്തും. പക്ഷെ അതിൻ്റെതായ ചെലവുകളും. ഒരു 2000 രൂപ. നിങ്ങൾ ആദ്യം കാര്യം ഇങ്ങനെ നടത്തുന്നു പറ. 50% ജഡ്ജസിന്റെ വോട്ട. അതിലും ഒരാൾ നമ്മുടെ ആളാണ്. പിന്നെയുള്ള എന്താ? ഓഡിയൻസ്. നീ സ്റ്റേജിൽ കയറി ഇറങ്ങുന്നവരെ നിലയ്ക്കാത്ത കരഘോഷം. അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഒരു ബറ്റാലിയൻ ഉണ്ട് നമുക്ക്. പിന്നെയുള്ളത് ഓഡിയൻസ് വോട്ടിംഗ്. ഞങ്ങൾ ഓണാഘോഷവുമായി നടത്തുന്ന ഓണക്കുടി പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോ കുടിയന്റെ വോട്ടും ആർക്കാ? ജാസ്മിൻ സലീം. അപ്പൊ എങ്ങനെയാ? QR കോഡ് അയക്കട്ടെ മലയാളി മങ്കേ? ഇവരൊക്കെ വോട്ട് ചെയ്യോടെ. എടേ, ചെയ്താലെന്ത് ചെയ്തില്ലെങ്കിൽ എന്ത്, നമുക്ക് ഇന്ന് അടിക്കാനുള്ള കാശായല്ല. നീ വാ. ഹാപ്പി ഓണം.